നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. പ്രളയം ദുരന്തം വിതച്ച വയനാട് ചൂരമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മാർത്തോമ സഭയായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ക്രമീകരണങ്ങളായി. മാർത്തോമ സഭ വിട്ടുനൽകുമെന്ന് അറിയിച്ചിട്ടുള്ള സഭയുടെ ഉടമസ്ഥതയിലുള്ള 2.5 ഏക്കർ ഭൂമിയിൽ 25 വീടുകൾ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുകയാണ് ലക്ഷ്യം. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. സംസ്ഥാന സർക്കാർ അർഹരുടെ ലിസ്റ്റ് നൽകിയാൽ ഉടൻ നിർമ്മാണ ജോലികൾ ആരംഭിക്കും. ഒരു വീടിന് 10 ലക്ഷം രൂപ ചെലവിൽ 25 വീടുകളാകും ആദ്യഘട്ടം നിർമ്മിക്കുക. മാർത്തോമ സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ കഴിഞ്ഞ ദിവസം ദുരന്ത മേഖലകൾ സന്ദർശിച്ച് സഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പുനരധിവാസ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഭവന നിർമ്മാണ ക്രമീകരണങ്ങൾക്കും രൂപം നൽകി. ദുരന്തത്തിനിരയായ കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന 12 കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം അടുത്ത മാസം വിതരണം ചെയ്യും. ജീവനോപാധികൾ നഷ്ടമായവർക്കുള്ള സഹായം നൽകാനുള്ള ക്രമീകരണങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 7 മുതൽ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ചുങ്കത്തറ മാർത്തോമ ആശുപത്രിയുടെ സഹകരണത്തിൽ ദുരന്ത മേഖലയിൽ നടന്നുവരുന്ന മെഡിക്കൽ ക്യാമ്പിലും സഭാ സെക്രട്ടറി പങ്കെടുത്തു. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടന്നുവരുന്ന 16ാമത്തെ ക്യാമ്പിൽ പങ്കെടുത്ത സഭാ സെക്രട്ടറി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും കേക്കും കൈമാറി. 160ഓളം ആളുകൾ വരെ ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട്. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സഭയായി തുറന്ന പ്രൊജക്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും സഭാ സെക്രട്ടറി നിർവഹിച്ചു. അഭിയന്ത്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തായുടെ താല്പര്യപ്രകാരവും അതുപോലെ നമ്മുടെ ഈ ഭദ്രാസനാധിപനായിരിക്കുന്ന നമ്മുടെ മക്കാരിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലും ഈ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലുമൊക്കെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ സഭ വളരെയധികം ഊന്നൽ നൽകുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ചുങ്കത്തറ മാർത്തോമ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചയും ക്രമീകൃതമായ രീതിയിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഈ ചൂരൽമല മേഖലയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് മേപ്പാടി ആ സ്ഥലത്തൊക്കെ പോയി ഈ സേവനങ്ങളിൽ ലഭ്യമായിരുന്നതായിട്ടുള്ള ഇവിടുത്തെ ദേശനിവാസികൾക്ക് ഇപ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആവശ്യമായിട്ടുള്ള ഈ സൗജന്യ ഈ മെഡിക്കൽ സഹായം ലഭിക്കുന്നു എന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു ബി ജോൺ, ട്രഷറർ ജിമോൻ മണലുകാലായിൽ, സഭാ കൗൺസിൽ അംഗം ഷെൻ പി തോമസ്, റവറന്റ് ജിനു ഈപ്പൻ കുര്യൻ, റവറന്റ് കരുൺ ജോൺ എന്നിവരും പങ്കെടുത്തു. ഈ മേഖലയിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സോഷ്യൽ വർക്കറായി ഷിനുവിനെ നിയമിച്ചു. കിടപ്പ് രോഗികളെ വീടുകളിൽ സന്ദർശിച്ച് ആവശ്യമായ ശുശ്രൂഷ നൽകാൻ ഒരു വാഹനവും ഇവിടെ ക്രമീകരിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ മാർത്തോമ സഭ വിശ്വാസ സമൂഹത്തിന് ആഹ്ലാദമായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ അനുഗ്രഹീത സന്ദർശനം. വാഷിംഗ്ടൺ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം ഒട്ടേറെ വൈദികരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി ദേവാലയങ്ങൾ മാറണമെന്ന് പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. You cannot defeat God by giving. You cannot defeat God by giving. Almighty God is almighty. He is awesome. You cannot. So when we say that our faith is in Him and we put our trust in Him, remember, you cannot defeat God by your giving. സകല മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് ദൈവരാജ്യ ദർശനം പൂർണ്ണമാകുന്നത്. ചുറ്റുമുള്ളവർക്ക് മാതൃകയാവുകയും അവർക്ക് വേണ്ടി മനസ്സും ശരീരവും തുറക്കുവാനും കഴിയണം. അപ്പോഴാണ് നാം സഭയായി തീരുന്നതെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജോർജ് എബ്രഹാം, ഇടവക വികാരി റവറന്റ് ജോയൽ സാമുവൽ തോമസ്, റവറന്റ് അലക്സ് കോലത്ത്, ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ കൊച്ചുമകൾ ഡോക്ടർ ആനി മാത്യു, തോമസ് ഉമ്മൻ, ഇടവക ഭാരവാഹികളായ മാത്യു ടി തോമസ്, ജോൺ ആറ്റുമാലിൽ, എബി തോമസ്, ആനി ഫെൻസ്, ജോൺ ഐരുക്കുഴിയിൽ, വർഗീസ് തോമസ്, ജോർജ് പാർക്കാമണ്ണിൽ, പ്രിൻസ് ജേക്കബ്, ലൂക്കോസ്, ബാബു കോട്ടക്കുഴിയിൽ, ഏലിയാമ്മ കൈപ്പള്ളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിട്രോയിറ്റ്, ഫിലാഡൽഫിയ മാർത്തോമ ഇടവകളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച മെത്രാപ്പൊലീത്ത ഫിലാഡൽഫിയ മേഖലയിലെ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി. ഫിലാഡൽഫിയ, ഡിട്രോയിറ്റ് ഇടവക വികാരിമാരായ റവറന്റ് ബിജു പി സൈമൺ, റവറന്റ് സന്തോഷ് വർഗീസ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി.
സഭാ ദിനമായ 21-ന് ന്യൂയോർക്ക് ഷാലേം മാർത്തോമ പള്ളിയിൽ മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിക്കും. 22-ന് ന്യൂജേഴ്സി ഇടവകയിലും ക്രിസ്മസ് ദിനമായ 25-ന് ലോങ് ഐലൻഡ് മാർത്തോമ പള്ളിയിലും മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. മലങ്കര ഓർത്തഡോക്സ് സഭ നോർത്ത് ഈസ്റ്റ് ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ നിക്കോളാസ് മെത്രാപ്പൊലിത്ത സീനായി മാർത്തോമ സെന്ററിലെത്തി മെത്രാപ്പൊലിത്തയും ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയും സന്ദർശിച്ച് സംഭാഷണം നടത്തി. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സീനിയർ വികാരി ജനറലായി വെരി റവറന്റ് മാത്യു ജോൺ നിയമിതനാകും. നിലവിൽ കോട്ടയം കൊച്ചി ഭദ്രാസന വികാരി ജനറലായി പ്രവർത്തിക്കുന്ന വെരി റവറന്റ് മാത്യു ജോൺ ഡിസംബർ 26-ന് പുതിയ ചുമതലയിൽ പ്രവേശിക്കും. സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ഈശോ മാത്യു ഡിസംബർ 25-ന് സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കും. 2022 മാർച്ചിൽ വികാരി ജനറലായി ഉയർത്തപ്പെട്ട അദ്ദേഹം ചെങ്ങന്നൂർ മാവേലിക്കര റാന്നി നിലയ്ക്കൽ നിരണം മാരാമൺ ഭദ്രാസന വികാരി ജനറലായി പ്രവർത്തിച്ചിരുന്നു. 2024 ജൂലൈയിലാണ് സീനിയർ വികാരി ജനറൽ ആയത്. സഭയുടെ ലക്ഷ്യ അഭയ പദ്ധതികളുടെ കൺവീനറായും പ്രവർത്തിച്ചിരുന്നു. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ നിശബ്ദമായ ഒരു കരുതൽ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം. ഭദ്രാസനത്തിലെ ശയ്യാലംബരും രോഗികളുമായ മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഭവനങ്ങളും സന്ദർശിച്ചാണ് ഭദ്രാസനം പുതുമാതൃക സൃഷ്ടിച്ചത്. സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം ഭദ്രാസന സെക്രട്ടറി റവറന്റ് സാംസൺ ജേക്കബ് നിർവഹിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ ആശീർവാദത്തോടെ ഡിസംബർ 2-ന് ആരംഭിച്ച സന്ദർശനം 10-ന് സമാപിച്ചു. ഭദ്രാസനത്തിലെ 8 സെന്ററുകളിലായി 5 ഗ്രൂപ്പുകൾ 436 മുതിർന്ന പൗരന്മാരെ സന്ദർശിച്ചു. സന്ദർശന വേളയിൽ ക്രിസ്മസ് സമ്മാനങ്ങളും ഭദ്രാസന അധ്യക്ഷന്റെയും സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെയും ക്രിസ്മസ് നവവത്സര ആശംസകൾ അടങ്ങിയ ബുക്ക് മാർക്കുകളും നൽകി. ഭദ്രാസന സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ചുമതലക്കാരും ഇടവക സെന്റർ ഭാരവാഹികളും ചേർന്ന് ക്രമീകരിച്ച സന്ദർശന പരിപാടിയിൽ ചെങ്ങന്നൂർ 68, ഉമയാറ്റുകര 57, ഇലന്തൂർ 12, തുമ്പമൺ 38, മാവേലിക്കര 78, കാർത്തികപ്പള്ളി 44, വെൺമണി 74, ഇടയാറന്മുള 65 എന്നീ ക്രമത്തിൽ പൗരന്മാരെ സന്ദർശിച്ചു. കാർത്തികപ്പള്ളി സെന്ററിൽ സെന്റർ സെക്രട്ടറി PC വർഗീസ്, റവറന്റ് ജിനു ജേക്കബ്, മാവേലിക്കരയിൽ സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് റോയ് ഉമ്മൻ, വെൺമണിയിൽ ഭദ്രാസന ട്രഷറർ ES അലക്സാണ്ടർ, സെന്റർ സെക്രട്ടറി സുശീല റോയ്, റവറന്റ് സ്കറിയ ജോൺ, റവറന്റ് നോബിൻ സാം ചെറിയാൻ, റവറന്റ് ഫിലിപ്പ് വർഗീസ് എന്നിവരും, ഇടയാറന്മുള സെന്ററിൽ സെന്റർ സെക്രട്ടറി AT മാത്യു, റവറന്റ് ഫിലിപ്പ് തോമസ്, തുമ്പമൺ സെന്ററിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റുമാരായ പ്രൊഫസർ ജേക്കബ് കോശി, റവറന്റ് ജോൺസൺ ജോർജ്, സെന്റർ സെക്രട്ടറി PS ജോസഫ്, റവറന്റ് ഏബ്രഹാം ഉമ്മൻ, ചെങ്ങന്നൂർ സെന്ററിൽ ഭദ്രാസന സെക്രട്ടറി അഡ്വക്കേറ്റ് P ജോൺ തോമസ്, സെന്റർ സെക്രട്ടറി ഗി വർഗീസ് മാത്യു, ഉമയാറ്റുകര സെന്ററിൽ സെക്രട്ടറി ജോർജ് സാമുവൽ, റവറന്റ് KA തോമസ്, റവറന്റ് ബെന്നി ഈപ്പൻ മാത്യു, ഇലന്തൂർ സെന്ററിൽ ഭദ്രാസന സെക്രട്ടറി അഡ്വക്കേറ്റ് P ജോൺ തോമസ്, സെന്റർ സെക്രട്ടറി CJ മർക്കോസ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ശ്രോതാക്കളിൽ അവിസ്മരണീയ അനുഭവമൊരുക്കി ഹെവൻലി ട്രംപറ്റ് ഗാനസന്ധ്യ. മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിലെ നോർത്ത് ഈസ്റ്റ് റീജിയണൽ ആക്ടിവിറ്റി കമ്മിറ്റിയും DSMCയും ചേർന്ന് ആദ്യമായി ഒരുക്കിയ ക്രിസ്മസ് ഗാനവിരുന്ന് പ്രവാസി വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹീത അനുഭവമായി. DSMC മുൻ ഡയറക്ടർ റവറന്റ് ആശിഷ് തോമസ് ജോർജിന്റെ നേതൃത്വത്തിൽ 140 അംഗ ഗായക സംഘം ഗാനവിരുന്ന് ഒരുക്കി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. റവറന്റ് ആശിഷ് തോമസ് ജോർജ് സംവിധാനവും രചനയും നിർവഹിച്ച് ബോസ്റ്റൺ ഇടവക യുവജനങ്ങൾ അഭിനയിച്ച നാടകവും വ്യത്യസ്തത ഒരുക്കി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. A season of great discipline and organizing our own personal, familial and community life in such a way to please God in Christ in this world. ലോകം മുഴുവൻ സംഘർഷം നിറയുന്ന കാലത്ത് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകമൊരുക്കാൻ കഴിയണമെന്ന് മാർ പൗലോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ പകരേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പോസ് മാർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത സന്ദേശം നൽകി. ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജോർജ് ഏബ്രഹാം, സെനറ്റർ കെവിൻ തോമസ്, ഭദ്രാസന ട്രഷറർ ജോർജ് P ബാബു, റവറന്റ് ക്രിസ്റ്റഫർ P ഡാനിയൽ, റവറന്റ് പ്രമോദ് സക്രിയ, റവറന്റ് PT തോമസ്, ജേക്കബ് തോമസ്, ഷാജി കുര്യൻ തോമസ്, സാമുവൽ K സാമുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർ വർഷങ്ങളിൽ വിവിധ റീജിയണുകൾ കേന്ദ്രീകരിച്ച് ഹെവൻലി ട്രംപറ്റ് ഗാനസന്ധ്യ ഒരുക്കുമെന്ന് ഭദ്രാസന സെക്രട്ടറി റവറന്റ് ജോർജ് ഏബ്രഹാം അറിയിച്ചു.
മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ പള്ളിപ്പാട് ദീപ്തിഭവൻ വയോജന മന്ദിരത്തിന്റെ ദീപ്തമാം രാവിൽ ക്രിസ്മസ് ഗാനവിരുന്ന് അവിസ്മരണീയമായി. ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വിലയുള്ളതിന് പങ്കിടണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ അതാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്ത് നൽകിയതിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. വിലയുള്ളതിനെ ആവശ്യക്കാരനുമായി പങ്കിടുക. ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യ സന്ദേശം നൽകി. 8 ഇടവകകളിൽ നിന്നുള്ള ഗായക സംഘങ്ങളുടെയും കരോൾ ഗാനങ്ങളും മാവേലിക്കര ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കലാപരിപാടികളും വ്യത്യസ്തമായി. മേൽപ്പട്ടത്ത് ശുശ്രൂഷയിൽ 35 വർഷം പിന്നിടുന്ന ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ, അമേരിക്ക അസ്റ്റേക യൂണിവേഴ്സിറ്റിയിൽ നിന്നും മികച്ച വ്യവസായിക്കുള്ള ഡോക്ടറൽ ബിരുദം നേടിയ ഡോക്ടർ റെജി ന്യൂലാൻഡ് എന്നിവരെ ആദരിച്ചു. ഡയറക്ടർ റവറൻ എബി ചെറിയാൻ, വൈസ് പ്രസിഡന്റ് റവറൻ ജേക്കബ് തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ ഡോക്ടർ സാംസണം ജേക്കബ്, റവറൻ ലാൽ ചെറിയാൻ, ഭദ്രാസന ട്രഷറർ ജോജി ചെറിയാൻ, ഡോക്ടർ റെജി ന്യൂലാൻഡ്, പള്ളിപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ വർഗീസ്, വാർഡ് മെമ്പർ തോമസ് മാത്യു, കൺവീനർ മറിയാമ്മ വർക്കി, ട്രഷറർ കെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ട്രാൻസ് സമൂഹത്തെ ചേർത്ത് നിർത്തി മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന നവോദയ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്ന് വേറിട്ട അനുഭവമായി. ഡോംബിവാലി എബനേസർ മാർത്തോമാ ഇടവകയിൽ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിൽ നിരവധി ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഹാബിൽ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശം നൽകി. നവോദയ ഡയറക്ടർ റവറൻ കെ ജെ ഫിലിപ്പ്, ഭദ്രാസന സെക്രട്ടറി വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ കൽപ്പന ഗുരുവിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ഡോംപിവാലി എബനേസർ മാർത്തോമാ ഇടവക ഗായക സംഘം കരോൾ സർവീസിന് നേതൃത്വം നൽകി. നവോദയ വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ച സ്കിറ്റ് ഹൃദ്യമായി. പങ്കെടുത്തവർക്ക് ഫുഡ് കിറ്റ് സമ്മാനമായി നൽകി. കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ ചുങ്കത്തറ ശാലൈം മാർത്തോമാ പള്ളി അങ്കണത്തിൽ നടത്തും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, റവറൻ തോമസ് സക്രിയ, റവറൻ മോത്തി വർക്കി, റവറൻ ഡോക്ടർ കെ തോമസ്, ഷാജി തങ്കച്ചൻ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രസംഗിക്കും. കൺവെൻഷൻ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഒരുക്കങ്ങൾ ആരംഭിച്ചു. മാർത്തോമാ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന സേവികാ സംഘം വിണ്ണിൻ പൊൻതാരം ക്രിസ്മസ് ഗാനസന്ധ്യ ഒരുക്കി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ സന്ദേശം നൽകി. ലോകത്തിന്റെ സമാധാനത്തിനായി പ്രവർത്തിക്കുകയും ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ കരുതുകയും വേണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പുറന്തള്ളപ്പെട്ടവർക്ക് കരുതൽ ഒരുക്കണം. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശവാഹകരായും നാം മാറണം. വിവിധ ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ ജോർജ് ഏബ്രഹാം, സേവികാ സംഘം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ ജോബി ജോൺ, സെക്രട്ടറി നോബി ബൈജു, ട്രഷറർ മേഴ്സി മാത്യു, റവറൻ ഷിബിൻ ഡി വർഗീസ് എന്നിവർ സംസാരിച്ചു. മാർത്തോമാ സഭ അടൂർ ഭദ്രാസനത്തിന്റെ ഗാനസന്ധ്യ സൃഷ്ടിക്കൊരു സങ്കീർത്തനം അടൂർ മാർത്തോമാ യൂത്ത് സെന്ററിൽ നടന്നു. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ശാന്തിഗിരി ആശ്രമം സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ക്രിസ്മസ് സന്ദേശം നൽകി. ദൈവം നമ്മളെ അവനോട് ചേർത്ത് നിർത്തുന്ന മഹാകാരുണ്യത്തിൻ്റെ ആ ഒരു നൈരന്തര്യമാണ്, ആ പങ്കുവെക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ജീവിത സബരിയ എന്ന് പറയുന്നത്. റവറൻ വർഗീസ് ജോണിന്റെ നേതൃത്വത്തിൽ 50 അംഗ ഗായക സംഘം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. SKM കെയർ ഹോമിലെ മണിപ്പൂർ കുട്ടികൾ, ആശാഭവൻ, കറ്റാനം സെന്റ് തോമസ് നഴ്സിംഗ് കോളേജ്, DSMC എന്നിവിടങ്ങളിൽ നിന്നായി 300ഓളം ആളുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ബിനു പി രാജൻ, വികാരി ജനറൽമാരായ വെരി റവറൻ TK മാത്യു, വെരി റവറൻ KV ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. തുരുത്തിക്കാട് മാർത്തോമാ ഇടവക ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു. ഇടവകയുടെ മുൻ വികാരി കൂടിയായ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഇതര സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ക്രിസ്തീയ ദൗത്യം പൂർണ്ണമാകുന്നതെന്നും അത്തരത്തിലുള്ള ചേർത്തുപിടിക്കലുകളുടെ അവസരങ്ങളാകണം ജൂബിലി ആഘോഷങ്ങളെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. വികാരി റവറൻ സജു സി സാമുവേൽ അധ്യക്ഷനായിരുന്നു. ഇടവക ഡയറക്ടറിയുടെ പ്രകാശനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA നിർവഹിച്ചു.
മുൻ ഇടവകാംഗം കൂടിയായ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഇടവകയുടെ മുൻ വികാരിമാർക്കും ഇടവകാംഗങ്ങളായ വൈദികർക്കുമുള്ള ഇടവകയുടെ ആദരവ് സമർപ്പിച്ചു. റവറൻ MC ജോൺ, റവറൻ ഡോക്ടർ PG ജോർജ്, റവറൻ സ്റ്റീഫൻ മാത്യു, റവറൻ ഫാദർ മനുസ് കറിയ, കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെൻസി അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോളി റെജി, NSS കരയോഗം പ്രതിനിധി N പത്മകുമാർ, മോഹൻ ചാക്കോ, ആനിയമ്മ ജെയിംസ്, ജോർജ് ജോസഫ് കാടമല, ബ്രിഗേഡിയർ ഏലിയാമ്മ ഫിലിപ്പോസ്, ഷാജി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ വിളിച്ചു ചേർത്ത ക്രിസ്മസ് വിരുന്നിൽ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.